പത്തരമാറ്റിൻ്റെ അടിപൊളി എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ ദേവയാനിക്ക് നവ്യയുടെ കാര്യത്തിൽ ചെറിയ സംശയങ്ങളൊക്കെ തോന്നി തുടങ്ങിയിരിക്കുകയാണ്. കാരണം നമ്മുടെ നവ്യ ഫോണിലൂടെ സംസാരിക്കുന്നതും അനഘ ഇപ്പോൾ കിടക്കുന്ന ഹോസ്പിറ്റലിൻ്റെ പേര് പറയുകയും ഒക്കെ കേൾക്കുകയാണ്. അങ്ങനെ ഇക്കാര്യത്തെക്കുറിച്ച് നമ്മുടെ ദേവയാനി നയനയോട് സംസാരിക്കുന്നുണ്ട്. നവ്യയ്ക്ക് എന്തൊക്കെയോ ചില മാറ്റങ്ങൾ വന്നിട്ടുണ്ട്, എന്തൊക്കെയോ സത്യങ്ങൾ അവൾ അറിഞ്ഞിട്ടുണ്ട്. പക്ഷേ നമ്മളുടെ മുമ്പിൽ പിടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ട് അവൾ ആദ്യത്തെ പോലെ നിന്ന് അഭിനയിക്കുകയാണ്. ദേഷ്യമുള്ളതുപോലെ അഭിനയിക്കുകയാണെന്നാണ് തോന്നുന്നത്. കാരണം ഒറ്റയ്ക്കിരുന്ന് അവൾ കരയുന്നതും കുഞ്ഞിനെ കെട്ടിപ്പിടിച്ച് കരയുന്നതും ഒക്കെ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഞാൻ അതേക്കുറിച്ച് ചോദിച്ച സമയത്ത് എൻ്റെ അനിയത്തിമാരൊക്കെ എന്നെ ഇപ്പോൾ താറടിക്കാൻ വേണ്ടിയിട്ട് നോക്കുകയാണല്ലോ, എന്നെയും അബിയെയും ഒറ്റപ്പെടുത്താൻ വേണ്ടിയിട്ടും ഞങ്ങളുടെ ജീവിതം തകർക്കാനായിട്ട് നോക്കുകയാണല്ലോ. അതൊക്കെ ആലോചിച്ചപ്പോൾ സങ്കടം വന്നു, അതുകൊണ്ടാണ് കരഞ്ഞത് എന്നാണ് എന്നോട് പറഞ്ഞത് എന്നൊക്കെ ഇങ്ങനെ ദേവയാനി നയനയോട് പറയുകയാണ്. അപ്പോൾ ആ സമയത്ത് എന്തായാലും അതിനൊക്കെ ഒരു അവസാനമാവാൻ പോവുകയാണ്. കാരണം ആദർശേട്ടൻ ചേച്ചിയുടെ കാര്യത്തെക്കുറിച്ചും ചേച്ചി ആരോടൊക്കെ ഫോണിൽ സംസാരിക്കുന്നത് എന്നതിനെക്കുറിച്ച് അറിയാനൊക്കെ ആയിട്ട് ചേച്ചിയുടെ ഫോൺ നമ്പറൊക്കെ ചെക്ക് ചെയ്യാനായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതേക്കുറിച്ച് വിവരം കിട്ടിയാൽ നമുക്ക് എല്ലാ കാര്യങ്ങളും അറിയാൻ സാധിക്കും. ചേച്ചിക്ക് എന്തൊക്കെ സംശയങ്ങൾ വന്നിട്ടുള്ളത്, അല്ലെങ്കിൽ ചേച്ചി എന്തൊക്കെ സത്യങ്ങൾ അറിഞ്ഞിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാൻ സാധിക്കും. അതിന് അധികം വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നും വരില്ല എന്നൊക്കെ പറയുകയാണ്. അതേസമയം നമ്മുടെ നവ്യയാണെങ്കിൽ അബിയോട് അനഘയെക്കുറിച്ചും അനഘയ്ക്ക് ഇപ്പോൾ വലിയ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് എന്നുള്ളതും ഏതോ ഒരു ഹോസ്പിറ്റലുണ്ടെന്നാണ് അറിയാൻ സാധിച്ചതും എന്നൊക്കെ ഇങ്ങനെ അബിയോട് പറയുന്നുണ്ട്. കാരണം അബിയുടെ മുഖത്തുള്ള ആ ഒരു ഭാവമാറ്റം മനസ്സിലാവാൻ വേണ്ടിയിട്ടും മനസ്സിലാക്കാനും വേണ്ടിയിട്ടാണ് ഇക്കാര്യത്തെക്കുറിച്ച് നവ്യ പറഞ്ഞത്. ആ സമയത്ത് അനഘയുടെ പേര് കേട്ട ഉടനെ തന്നെ അബി അങ്ങ് പേടിച്ച് വിറയ്ക്കുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, നമ്മുടെ ജീവിതം ഇല്ലാതാക്കാനായിട്ട് ഓരോ കഥകളുമായിട്ട് ഇനി വരും, ഇനിയിപ്പോൾ അതൊന്നും വിശ്വസിക്കാൻ നിൽക്കേണ്ട നവ്യ, നമ്മുടെ ജീവിതം ഇപ്പോൾ തരക്കേടില്ലാതെ മുന്നോട്ട് പോവുകയാണ്, അതെങ്ങാനും എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടായാൽ പുറത്ത് പോവേണ്ടി വരും എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ സമയത്ത് നവ്യ പറയുന്നുണ്ട്, പുറത്ത് പോവേണ്ടി വന്നാൽ പുറത്ത് പോകണമല്ലാതെ പിന്നെ എന്ത് ചെയ്യാനാണ്, നമുക്ക് ജീവിക്കാനുള്ള മാർഗ്ഗം ഇപ്പം നമ്മുടെ മുന്നിലുണ്ടല്ലോ, പിന്നെ എന്തിനും പേടിക്കുന്ന, ആര് പേടിക്കുന്നു എന്നൊക്കെ ഞാൻ ചിന്തിക്കുകയാണ്. അങ്ങനെ നവ്യ പറയുന്നുണ്ട്, എന്തായാലും ആദർശേട്ടൻ്റെ കുഞ്ഞ് എന്നാണല്ലോ പറയുന്നത്, അത് 100% ഉറപ്പാണെന്നുള്ളത് നമുക്ക് ഉറപ്പുള്ള കാര്യമല്ല അബി. അതുകൊണ്ട് എല്ലാവരുടെ മുമ്പിൽ എനിക്ക് നീ തെറ്റുകാരനല്ല എന്നുള്ളത് തെളിയിക്കണം. അതുകൊണ്ട് ഒരു DNA ടെസ്റ്റ് എളുപ്പം തന്നെ നടത്തണം. നിൻ്റെയും ചന്ദമോളുടെയും ഒരു മുടി എടുത്തിട്ട് DNA ടെസ്റ്റ് നടത്തിയിട്ട് എല്ലാവർക്കും മുമ്പിൽ തെളിയിച്ച് കൊടുത്താൽ മതിയല്ലോ, അതോടെ നിന്നോളും. എല്ലാവരുടെയും വാർത്താനും അഹങ്കാരമൊക്കെ അതെനിക്ക് ചെയ്ത് കൊടുക്കണം അബി, നമുക്ക് അതേക്കുറിച്ച് ചിന്തിച്ചാലോ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇത് കേട്ട ഉടനെ തന്നെ അബി വല്ലാതെ അങ്ങ് പേടിച്ച് വിറയ്ക്കുകയാണ്, ഷോക്കാവുകയാണ്. അപ്പോൾ ആ സമയത്ത് നവ്യ ചിന്തിക്കുന്നുണ്ട്, എടാ നീ ഒരുപാട് ടെൻഷൻ അടിക്കണം, നിന്നെ ഇട്ടൊന്ന് വട്ടം കറക്കണം, എനിക്കറിയാമല്ലോ നിൻ്റെ കുഞ്ഞാണ് ചന്ദമോൾ എന്നുള്ളത്, ഇനിയിപ്പോൾ DNA ടെസ്റ്റ് എന്നുള്ളത് ഞാൻ നടത്താം എന്ന് പറഞ്ഞാൽ നിനക്കത് പേടിക്കും, നീ മരിക്കുന്നതിന് തുല്യമായിരിക്കും, എന്തായാലും നീ കുറച്ചൊന്ന് പേടിക്കണം എന്നൊക്കെ ഇങ്ങനെ ചിന്തിക്കുകയാണ് നവ്യ.